അയ്യോ അല്ല അയ്യോ അല്ല ചേ പഞ്ചറായല്ലോ. എന്ത് ഒലക്കമ സൈക്കിളാണത്? കണ്ടോറ് സൈക്കിളാന്നാകെ സമയം കൊണ്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞോട് എന്റെ ഉപ്പാനോട്. ഒരു പൊട്ട സൈക്കിള്. നിന്റെ പൊട്ട സൈക്കിള് ആദ്യം എന്റെ ഉപ്പാനോട് പറ ഈ പൊട്ട സൈക്കിളൊന്ന് ശരിയാക്കി തരാൻ. സൈക്കിള് പൊട്ട സൈക്കിള് എന്തിന് പൊട്ട സൈക്കിള്? അയ്യോ നാശിപ്പിച്ചു. ഇമ്പളെന്താടാ ഇങ്ങനെ? എങ്ങനെ എങ്ങനെ ഇവിടെ രണ്ടാളുടെയും സൈക്കിള് പഞ്ചറായി. നമ്മൾ രണ്ടാളും സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്നാക്സ് എന്താ? എന്ത്? നമ്മളെന്താ സ്കൂളിൽ കഴിക്കാൻ കൊണ്ടുപോകുന്നതെന്ന്? പട്ടി ബിസ്ക്കറ്റ്. ഞാനും ഞാനും നിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. അതന്നെ, നിന്റെ അച്ഛൻ്റെ കയ്യിലും കാശില്ല, എൻ്റെ ഉപ്പേൻ്റെ കയ്യിലും കാശില്ല. പക്ഷെ എൻ്റെ ഉപ്പ എന്നെ വലിയ സ്കൂളിൽ ചേർത്തു, നിന്റെ അച്ഛൻ എന്നെ ചെറിയ സ്കൂളിലും. അതുകൊണ്ടെന്താ മനസമാധാനം ഉണ്ട് ഞങ്ങൾക്കും. രണ്ടാക്കും രാവിലെ ഉപ്പുമാവ്. പക്ഷെ ഞാൻ ചിക്കൻ തിന്നാറുണ്ട്, ഉരിച്ച ചിക്കൻ. കഴിഞ്ഞ ആഴ്ച മുതലേ ഹാജിയാറുടെ വീട്ടിന്ന് മൊയിലാർക്ക് ചോറുണ്ടി കിടക്കുന്നത് ആരാ? നീ. ആ ചോറ് വെറും ചോറല്ല മോനെ, നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി. അതിൽ കരിച്ചതും പൊരിച്ചതും പൊള്ളിച്ചതും ഒക്കെ ഉണ്ടാവും. മൊയിലാർക്ക് ചോറുണ്ടിയെ കൊടുത്തു കഴിഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ച് ട്രാമ്പേന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കും. എന്തിന്? ആചാര വീട്ടിലെ പാത്രം തിരിച്ചുകൊണ്ടേ കൊടുക്കണ്ടേ. ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും അതിലോരോ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും മോനെ. മൊയിലാർക്ക് തീറ്റ കഴിഞ്ഞാ പിന്നെ എനിക്ക് വേണ്ടി മാറ്റി വെച്ച നെയ്ച്ചോറും കരിച്ചതും പൊരിച്ചതും എല്ലാം കൂടി എന്റെ നേർക്ക് നീട്ടിട്ടൊരു വിളിയുണ്ട് മൊയിലാർക്ക്. അതല്ല പറഞ്ഞിട്ടാണോ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടാണോ ഒന്നും എനിക്കറിഞ്ഞൂടാ. മൊയിലാരുടെ വിളിക്ക് ഒരു ദൈവത്തിന്റെ ഒച്ചയാ. പിന്നെ സ്വാമി ആലോചന അത് മുഴുവൻ നിന്നിട്ടേ ഞാൻ പോരൂ. മണി കണ്ടോ, നമ്മൾ രണ്ടാളും ഒരേപോലെയാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ. എന്നെ നിനക്ക് ഹോംവർക്ക് ചെയ്തെന്ന് ഞാനല്ലേ? ഒരു ദിവസം ഞാൻ കൊണ്ടേ കൊടുക്കട്ടെ മൊയിലാക്ക് ചോറ്? പ്ലീസ് എടാ. നാളെ ശനിയാഴ്ചല്ലേ, നാളെ തന്നെ വെക്കോ. ഈ കുളിച്ചു പുറപ്പെട്ട് വന്നാ മതി. ഹാജറിന്റെ വീട്ടിലെ ചോറും കൊണ്ട് ഞാൻ വഴി കാത്തു. നീ മണി കണ്ടല്ലോ, മുത്താണ്, കറുത്ത മുത്ത്. യെസ് യെസ് യാ യാ. പാടണ കാറ്റി 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 നീ ഒരു കസവുറുമാലു തരൂ. കിസ്സ പറയാൻ കൂടി വരൂ, ഇത്തിരി അത്തർ തരൂ. അസലൊരിശലും മോളെ കൊണ്ടിവനൊപ്പരമുടനെ പോരൂ, ഒപ്പരമുടനെ പോരൂ. കിസ്സ പാടണ കാറ്റി നീ ഒരു കസവുറുമാലു തരൂ. കിസ്സ പറയാൻ കൂടി വരൂ, ഇത്തിരി അത്തർ തരൂ.
മഞ്ഞളരച്ചതു തേച്ചു മൈലാഞ്ചി കൈ നീ തൊട്ടു മഞ്ഞളരച്ചതു തേച്ചു മനസ്സു നിറയാണെങ്ങും നീ ആ പൂമണമെത്തിച്ചു മനസ്സു നിറയാണെങ്ങും നീ ആ പൂമണമെത്തിച്ചു പൂമണമെത്തിച്ചു കിസ് പാടണ കാറ്റി നീ ഒരു കസവുറുമാലു തരൂ കിസ്സ പറയാൻ കൂടി വരൂ ഇത്തിരി അത്തർ തരൂ മുല്ലപ്പൂവോട് ചേർത്തി മുക്കൊറ്റയ്ക്കൊരു മുത്തം നീട്ടി മുല്ലപ്പൂവോട് ചേർത്തി പത്തരമാറ്റൊളി കൂടും മുത്തൊരു മന്ദാരത്തിനു ചാർത്തി പത്തരമാറ്റൊളി കൂടും മുത്തൊരു മന്ദാരത്തിനു ചാർത്തി മന്ദാരത്തിനു ചാർത്തി കിസ് പാടണ കാറ്റി നീ ഒരു കസവുറുമാലു തരൂ കിസ്സ പറയാൻ കൂടി വരൂ ഇത്തിരി അത്തർ തരൂ അസലൊരിശലും മോളെ കൊണ്ടിവൻ ഒപ്പരമുടനെ പോരൂ ഒപ്പരമുടനെ പോരൂ കിസ്സ് പാടണ കാറ്റി നീ ഒരു കസവുറുമാലു തരൂ കിസ്സ പറയാൻ കൂടി വരൂ ഇത്തിരി അത്തർ തരൂ മണികണ്ഠന് പനിയാ അതാ അവൻ വരാഞ്ഞ് Allah. Bismillahirrahmanirrahim. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അൽത്താഫേന്ന് വിളിച്ചാ മതി വായിലേക്ക് നോക്കി വെള്ളം ഇറക്കി നിൽക്കാ ഹിമാറ് ഇങ്ങനെ നോക്കി എന്നോ വയറ്റിന് പിടിക്കൂ പോട്ടടത് മോയിലാർ തിന്നെ ബാക്കി തിന്നണ്ടോ നീ എച്ചിലാടത് എച്ചില് എന്നിട്ട് നീ തിന്നതോ ഞാൻ തിന്നതോ അത് നോക്കണ്ട ഞാനൊരു പ്രത്യേകനല്ലേ വെറുതെ അല്ല എന്റെ ഉമ്മ പറയുന്നത് അനക്ക് എന്റെ ഉമ്മാന്റെ ആർത്തിയാന്ന് അത് വിടടാ എന്റെ ഉപ്പ ഞാൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് കിട്ടുന്ന ശാപ്പാട് കൂടി മുടങ്ങും
എടാ അൽത്താഫേ, അനക്ക് പൊരിച്ചു പോയതിനെ ഇത്രയ്ക്ക് എളുപ്പാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്. ആൻ്റെ ഉമ്മ പോറ്റുന്നുണ്ടല്ലോ 4-5 കൈക്കലേ, അതിലൊന്ന് ഞാൻ പൊരിച്ചു തരാൻ പറയടാ. നല്ല കഥയെ ഉമ്മ എന്നെ പൊരിക്കും. ഉമ്മ തരൂലെങ്കിൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ, എലി വിഷം കൊടുത്ത് കൊല്ലാം. കൊല്ലാനോ? കൊന്നാ പാവം തിന്നാ തീരും. ഞാൻ തരുന്ന സാധനം ഈ അങ്ങ് ഒഴുക്കി കൊടുത്താ മതി, അത് ചത്തോളം. പിന്നെ അത് മുഴുവൻ അനക്ക് കറി വെച്ചോ പൊരിച്ചോ എങ്ങനെ വേണമെങ്കിലും തിന്നടാ. അത് നടക്കോ? നടക്കും. I know the advice different in the human family. Some of us are serious. Some declare their lives are lived as true productively, and other claim they literally live the real literally. At the orders are human beings attracted in human beings. ഈ വന്നപ്പം മുതൽ തുടങ്ങിയതാണല്ലോ അവളെ കരയിപ്പിക്കാൻ. ഞാനും ചെയ്തിട്ടില്ലേ? ഈ ഒന്നും ചെയ്യാണ്ട് ഇവള് വെറുതെ നിലവിളിക്കോ? ഉപ്പം കൊണ്ട് വരട്ടെ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ആ വന്നല്ലോ, വെച്ചിട്ടുണ്ട് ഞാൻ. എന്നെ കളിയാക്കിട്ടില്ലേ? ശ്രമയിൽ ചോറുന്നാകുമ്പോ ഞാൻ പറയൂ, നീ പോയി പറ. പോയിനെ കൊല്ലാൻ പോകുന്നതും പറയും. എന്റെ ഒരു സാധനം ഉണ്ട്. എന്ത്? ഞാൻ തരൂല, ഞാൻ തരൂല, ഞാൻ തരൂല. ആ പെണ്ണിനെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ മോൻ എവിടേക്കോ പോയി തെണ്ടി തിരിഞ്ഞ് ഇപ്പൊ കേറി വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോ മുതൽ തുടങ്ങിയതാ അതിനെ കരയിപ്പിക്കാൻ. കണ്ടില്ലേ പഞ്ചപാവത്തിനെ പോലെ ഇരിക്കുന്നത്? കയ്യിലിരിപ്പ് മുഴുവൻ വൃത്തികേടാ. അയലുണ്ടാവും. ഞാനാണെങ്കിൽ കുഞ്ഞിക്കാക്ക് വലിയ കഷ്ടം തരുന്നു. ഞാനും അതല്ലേ ചെയ്തേ. എന്താണ് ഇവിടെ പ്രശ്നം? നല്ല തല്ല് കിട്ടാത്തന്നെ കുറവാ. പുതിയ ഷൂ 2 ദിവസം കഴിഞ്ഞ് വാങ്ങാൻ തന്നെ മാഷിനോട് പറ. 2 ദിവസം കഴിഞ്ഞിട്ട് എവിടെന്നാ? പുന്നാരമോന് ഷൂസ് വാങ്ങണമെങ്കിലേ 15,000 രൂപ വേണം. എന്ത് കണ്ടിട്ടാ ഈ പറച്ചില്? ഒരു ഷൂസ് വാങ്ങാന്ന് പറഞ്ഞി കേട്ടോ. എവിടെ പോയി? ഇത് വാ. ആരെങ്കിലും കണ്ടീനാ ഈ വരുന്നത്? ഇല്ല. നാളെ രാവിലെ കൊടുത്താ മതി. വൈകിട്ട് ഈ സ്കൂളിലോട്ട് വരുമ്പോ പോയിറച്ചി തിന്നാം. ഇക്ക ഇട്ടൊടുക്ക്, കോയി ചാവട്ടെ. എപ്പോഴാ ഇക്ക കോയി ചാവാ? Fast, 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 fast. Body band, body band.
ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. വൈ ആർ യു ലേറ്റ്? മോർണിംഗിൽ പ്രാക്ടീസ് ഉള്ളതാണെന്നറിയില്ലേ? പെർഫോമൻസ് നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല, പങ്ക്ച്വാലിറ്റി വേണം. പങ്ക്ച്വാലിറ്റി ഇല്ലാത്തവൻ എവിടെ പോയി എന്ത് പെർഫോമൻസ് ചെയ്തിട്ടും കാര്യമില്ല. നോക്കി നിൽക്കാതെ വേഗം പോയി പ്രാക്ടീസ് Okay, ചെയ്യും. sir. യെസ്, കം ഓൺ. ഫാസ്റ്റ്. സ്പീഡ് അപ്പ്, സ്പീഡ് അപ്പ്. ഫാസ്റ്റ്, ഫാസ്റ്റ്, ഫാസ്റ്റ്. ബോഡി ബാൻഡ്. ഷൂ പുതിയത് വാങ്ങിച്ചില്ലേ? നാളെ വാങ്ങിക്കും. എന്നും ഇത് തന്നെയല്ലേ പറയുന്നേ? നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് കോമ്പറ്റീഷനാണ്. ഈ തൊഴിഞ്ഞ ഷൂ ഇട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഏയ്, കൊതി കൊണ്ടോണ്ടാണ് ആ പൊലച്ചക്ക് എഴുന്നേറ്റ് നടക്കുന്നത്. എന്റെ റബ്ബേ. ഈശ്വര, ഖാലിദ്ക്ക് എന്തെങ്കിലും. എന്റെ പടച്ചോനെ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്താ ആമി കടന്ന് നിലവിളിക്കാതെ, ആൾക്കാർ കേട്ടാ പിന്നെ. നിങ്ങള് മിണ്ടാണ്ടിരുന്ന ആളുകള്. എന്തൊക്കെ പറ്റിയത്? ഒന്നുമില്ല എന്റെ പുഷ്പ, കോയിക്കളെല്ലാം ചത്ത് കിടക്കണം. വല്ല പാമ്പോ മറ്റേ കടിച്ചാണെന്ന് പാമ്പ് തോന്നുന്നു. കടിച്ചൊന്നുമല്ല, കൊന്നതാ. ഏതോ ഹറാമർന്നമാര് കൊന്നതാ. നശിച്ചു പോത്തുള്ളൂ അറ്റാള്. എന്റെ റബ്ബേ, എന്റെ കോഴികളെ കൊന്ന പണ്ടാരക്കാല തലയിൽ ഇടുത്തി വീണേ. ഈ ഒരു കുഴി കുറ്റി ആയിട്ടങ്ങളെ കുഴിച്ചിട്. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു. കോയില മുഴുവൻ കുഴിച്ചിട്ടാണോ? പിന്നെ ചന്ദനമുട്ടിൽ വെച്ച് ദഹിപ്പിക്കാനാണെന്ന് കരുതിയ? തിന്നൂടെ നമുക്കിതിന്? ഈ വിഷം തീണ്ടി ചത്ത കോഴിനെ തിന്നാൻ പാടില്ല. മോളിറങ്ങിക്കോ. ബാഗ്. കുഞ്ഞിക്ക കോയിനെ കുഴിച്ചിട്ട്. കുഴിച്ചിട്ടോ? കോഴി ചത്താരും മൽത്താഫ് എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ കാലത്ത് വരുമ്പോ കോഴിക്ക് സുഖമില്ലായിരുന്നു. എന്ത് സൂക്കേട്? ജലദോഷോ അതോ ചിക്കൻ പനിയാ? വേഗം വാ, വെല്ലടിക്കാനായി. ഇനി നീ എങ്ങാനും പോടാ. ഞാൻ അവനോട് പറഞ്ഞ ഹോംവർക്ക് ചെയ്തോ? നീ പോയി പറ. എടാ, എന്താടാ നീ ചെയ്തത്? എന്താടാ? ഒന്നുമില്ലടാ, ഒരു ഐ ലവ് യു പറഞ്ഞതിന് അവള് കിടന്ന് സീൻ ഉണ്ടാക്കുന്നത്. കൊഴപ്പാവോ? കൊഴപ്പാവട്ടെ. എടാ, അവള് മിസ്സിനോട് പറയും. പറയട്ടെ. എടാ, മിസ് പാരന്റ്സിനോട് പറയും. പറയട്ടെ. പിന്നെ പാരന്റ്സിന്റെ മുമ്പിൽ നിപുണയെ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞെടുക്കും. നീ ഫോർത്ത് ഇയിലെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പഠനത്തിൽ വളരെ വീക്കായ 4-5 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. അവരുടെ ഡിസ്റ്റർബൻസ് കാരണം മറ്റു കുട്ടികൾ കൂടി പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ശ്രദ്ധിച്ചോളാം. ക്ലാസ് നല്ല അച്ചടക്കമുള്ളതായിരിക്കണം. ടീച്ചിങ്ങിനേക്കാൾ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഡിസിപ്ലിനാണ്. 45 മിനിറ്റ്സ് കുട്ടികളെ അടക്കിയിരുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു എന്നർത്ഥം. ഓക്കെ? ഓക്കെ മദർ. ആ, ഇത്തരം വേഷം കെട്ടലുകളൊക്കെ അവോയ്ഡ് ചെയ്യണം. അയ്യോ സോറി മദർ, ഇത് കുഞ്ഞുനാളിലെ മുത്തശ്ശി മന്ത്രിച്ചു കുത്തിയതാ. ആ, ഇവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അറിയാം മദർ. ആ, കരുണൻ ഒന്നിങ്ങോട്ട് വരൂ. അല്ല, ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും. കാതിൽ മാത്രം അടിക്കാൻ പറയരുത്. കരുണ, സാറിന് ആ ഫോർത്ത് ഒന്ന് കാണിച്ചു കൊടുക്ക്. വരൂ സാർ. താങ്ക് യു മദർ. തുടക്കം തന്നെ നല്ല ക്ലാസ്സിലേക്കാണല്ലോ സാർ പോകുന്നത്. ക്ലാസ് അല്ലത്, കാർഗിലാണത്. കാർഗിൽ. കാർഗിലോ?
കുറെ തല തെറിഞ്ഞ പിള്ളേരുണ്ട് സാർ. ഒന്നിനും എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതെന്താ? പൂത്ത കാശുള്ള വീട്ടിലെ ഞങ്ങളാ. എല്ലാവരും കടം ചോദിച്ചെന്റെ പിന്നാലെ വരും. ഞാൻ നല്ല അടി വെച്ചു കൊടുക്കും. ഞാനൊരു പ്യൂൺ മാത്രമല്ല. സ്റ്റുഡന്റ് ആണോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, സ്കൂൾ യൂണിഫോം ഇട്ടോണ്ട് ചോദിച്ചതാ. ഞാനൊരു ഫിലിം ഡയറക്ടർ കൂടിയാണ് സാർ. സാർ ജോഷി സാറിനെ കണ്ടിട്ടില്ലേ? ഫുൾ വൈറ്റ് അല്ലേ? ഈ ഫോർത്ത് എവിടെയാ? ആ, അത് അടുത്ത ഫ്ലോറിലാ. ഇയാളെടുക്കുന്ന വശമില്ല. സാറ് നല്ല ഫിഗറാ. സിനിമയിൽ ഒരു കൈ നോക്കരുതോ? കൈനോട്ടം എനിക്ക് വശമില്ല. പപ്പ കാശ് തരാൻ പറഞ്ഞു. ആ, അത് ഞാൻ വാങ്ങിക്കോളാം. പിന്നെ കാശ് കൊടുക്കാൻ പോകും. Go to your classes. Go to your classes. Don't play outside. Don't play outside. Go to your classes. Go inside. ഒരു 1000 rupees എടുക്കാനുണ്ടാവൂ. ഇതല്ലേ ക്ലാസ്? ആ, അതാ ക്ലാസ്. കാശ് ഇപ്പൊ വേണമെന്നില്ല. വൈകിട്ട് പോകുമ്പോ തന്നാ മതി. ഒരു ക്യാമറ വരെ തിരിച്ചു വിടാനാ. ഈ പിള്ളേര് നാണം കെടുത്ത മനുഷ്യനെ. ആ, എന്നാ എല്ലാം പറഞ്ഞതുപോലെ വൈകിട്ട് കണ്ടാ മതി. ഓൾ ദി ബെസ്റ്റ് സർ. Go inside, go inside. Go inside. Go inside your class. അത് കലക്കി. എനിക്ക് ഇവിടെ ചോദിക്കാനും പറയാൻ ആളൊക്കെ ഉണ്ട്. Please sit down. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത്. എല്ലാം നല്ല മിടുക്കികളും മിടുക്കന്മാരാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇത്ര സൈലന്റ് ആയത്? കുറച്ചൊക്കെ ബഹളം വെക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാലം നഷ്ടപ്പെട്ടു പോവില്ലേ? Is this maths class or dance class? മദർ, ഡാൻസ് ക്ലാസ് അല്ലേ? ഡാൻസ് ക്ലാസ് അല്ലേ? Silence. സൈലൻസ്, സൈലൻസ്. വെറും മാത്സ് മാത്രം മതിയോ? കുറച്ച് ഡാൻസ് ഒക്കെ വേണ്ടേ? വെറും എഞ്ചിനീയറും ഡോക്ടറും മാത്രമായാൽ ശരിയാവോ? ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്പോർട്സിലായിരിക്കും ഇഷ്ടം, അല്ലേ? വെരി ഗുഡ്. പോയി പറ. എന്താ മോൾക്ക് വല്ലതും പറയാനുണ്ടോ? എന്തോ പറയുന്നത് കേട്ടല്ലോ. സാർ, ഇവൾക്ക് എന്തോ പറയാനുണ്ട്. ആ, ദാ അധ്യാപകരോടും അമ്മയോടും എല്ലാം തുറന്നു പറയേണ്ടതാ കേട്ടോ. അപ്പൊ വാപ്പാരോട് പറയട്ടെ സാർ? നിന്റെ പേര് ഷാജഹാൻ എന്നല്ലേ? അതെ. ആ, നീ ബാപ്പയോട് പറഞ്ഞില്ലെങ്കിലും മുംതാസിനോട് പോയി പറയണം. മുംതാസ് ആരാന്നറിയോ? ഷാജഹാന്റെ ഓള്. എടാ, നിങ്ങൾക്കാണോ ബുദ്ധിയില്ലാന്ന് പറഞ്ഞതേ? ആ, ഷാജഹാൻ ഇരിക്കെ. നീ പുണക്ക് എന്താ പറയാനുള്ളത്? സാറിന് ഇവളുടെ പേരറിയോ? ആ, എനിക്ക് ഈ ക്ലാസ്സിലെ എല്ലാവരുടെ പേരും അറിയാം. അനുശ്രീ. നീ ഇവിടെ പറയ്, എന്താ മോളുടെ പ്രശ്നം? ഓക്കെ, ഇപ്പൊ പറയണമെന്നില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് പറയണം. നൗ ലിസൺ. പറയാനുള്ളത് എന്തും ആരുടെ മുന്നിലും തുറന്നു പറയണം. എന്നാലേ നമ്മളൊക്കെ ഉത്തമ പൗരന്മാരായി വളരുകയുള്ളൂ. നിങ്ങളൊക്കെ നാളെ മന്ത്രിയോ ആർട്ടിസ്റ്റോ ഡോക്ടറോ ഒക്കെ ആയി തീരാനുള്ളതല്ലേ? ആ, പറ, നീ പുണയ്ക്ക് ആരായി തീരാനാണ് ആഗ്രഹം? എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കണ്ട. വെരി ഗുഡ്. നമ്മൾ ആരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അതായി തീരും നമ്മൾ.
ആഗ്രഹിച്ചാൽ മാത്രം മതി സർ. ആ, അത് പോരാ, അതിനായി ട്രൈ ചെയ്യണം, അതായി തീരാൻ പരിശ്രമിക്കുകയും വേണം. നിനക്കാരാവാനാണ് ആഗ്രഹം? പൈലറ്റ്. ഇനി മുതൽ ജിൻസിലിന്റെ ലക്ഷ്യം പൈലറ്റ് ആവാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലേ ജിൻസിലെ? യെസ് സർ. എനിക്ക് ഡോക്ടർ ആണോ? വെരി ഗുഡ്. ആ, നിനക്കോ? ഡോക്ടർ, ടീച്ചർ, അഡ്വക്കേറ്റ്, എഞ്ചിനീയർ, ഫിലിം ആർട്ടിസ്റ്റ്, ടീച്ചർ, മിനിസ്റ്റർ, സോൾജിയർ, ഡാൻസർ, സയന്റിസ്റ്റ്. ഓക്കെ, സിറ്റ് ഡൗൺ. ഇനി നിനക്കാരാവാനാണ് ആഗ്രഹം? Come on, tell me. നമുക്ക് ആരെങ്കിലുമൊക്കെ ആകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഡോക്ടറോ, എഞ്ചിനീയറോ, സിംഗറോ, അങ്ങനെ ഇല്ലേ? അത് എന്താണെങ്കിലും പറയൂ. ആരുടെ മുമ്പിലും എന്തും തുറന്നു പറയണമെന്ന് സാർ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. പറ, വളർന്ന് വലുതാവുമ്പോ അൽത്താഫിന് ആരാവാനാണ് ആഗ്രഹം? അറിയില്ല. അറിയില്ലേ? ആഗ്രഹിച്ചിട്ടില്ല? അത് പറ്റില്ലല്ലോ. നമുക്കൊരു ലക്ഷ്യബോധമൊക്കെ വേണ്ടേ? അൽത്താഫ് കണ്ടില്ലേ, ഈ ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹമുണ്ട് അവരാരായി തീരണമെന്ന്. അൽത്താഫിനും അങ്ങനെ ഒരു ലക്ഷ്യം വേണം. ആ, നാളെ വരുമ്പോ അൽത്താഫ് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കണം. അൽത്താഫിന് ആരാവാനാണ് ആഗ്രഹം എന്ന തീരുമാനത്തിൽ ഞാൻ ചോദിക്കും. ഓക്കെ? മിടുക്കൻ. ബിസ്മി ചൊല്ലാതെ കൊന്ന കൊന്ന തിന്നത് എന്നാ ഉപ്പ പറഞ്ഞത്. കുഞ്ഞിക്ക, നാളെ കൊല്ലുമ്പോ ബിസ്മി കൊല്ലണോ? തിന്നാൻ വേണ്ടി കൊല്ലുമ്പോ ബിസ്മി കൊല്ലണം, കൊല്ലാൻ വേണ്ടി കൊല്ലുമ്പോ ബിസ്മി കൊല്ലണ്ടോ? കൊലക്കാൻ്റെ മൂട് എന്റെ മീനുണ്ടോ? ബിസ്മി കേട്ടാണ് ആരെങ്കിലും കൊല്ലുന്നത്? ആരടാ അത്? അതാ ഭഗത്ത. നാളെ അവനെ ഉറപ്പായിട്ട് പണി. എന്താ ഓൻ പിന്നെ ഇവിടെ വികൃതി കാട്ടിയോ? വികൃതിയല്ല, ലവ്. നാളെ അവള് ഉറപ്പായിട്ടും മിസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ഓള് കംപ്ലൈന്റ് ചെയ്യൂല. ചെയ്യും, നീ നോക്കിക്കോ. ലവിന് കംപ്ലൈന്റ് ചെയ്യണോ? മിണ്ടാണ്ടിരടി, ഞാൻ പറഞ്ഞെടുക്കും. എന്ത്? നിങ്ങൾ രണ്ടാളും കൂടെ കോയിലെ വിഷം കൊടുത്തുന്നത് പറഞ്ഞാ പിന്നെ നിനക്ക് ഒരിക്കലും മഞ്ജു ഓടിച്ചു തരില്ല. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കടേ. വണ്ടി പുക വണ്ടി 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 നിന്നെ പോലെ. ചില പഞ്ചറുകൾ ഇങ്ങനെയാണല്ലേ, എത്ര അടച്ചാലും അടയൂല. വലിയ കാലിക്ക, അല്ല കാലിക്ക, ഈ സൈക്കിൾ കണ്ടുപിടിച്ച ആരാണ്? സൈക്കിളേ കണ്ടുപിടിച്ചത് ഞാനല്ല. ഞാനും അല്ല, പിന്നെ ആരാ? സൈക്കിള് പിന്നെയും മഞ്ചറായി. ഇതും മഞ്ചറായി. ആ, അത് പിന്നെ പറയാനുണ്ടാ? അൽത്താഫിന്റെ സൈക്കിളിന്റെ ചങ്ങല പോയി കഴിഞ്ഞാൽ നിന്റെ സൈക്കിളിന്റെ ചങ്ങല പോകും. നിന്റെ സൈക്കിള് പഞ്ചറായി കഴിഞ്ഞാൽ അൽത്താഫിന്റെ സൈക്കിളും പഞ്ചറാകും. അതെ, മര്യാദയ്ക്ക് ഒട്ടിക്കാത്തോണ്ടാ. അതന്നെ. ആ, കേട്ടിരിക്ക, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ വിലക്കായി. പുഷ്പ, വേണമെങ്കിൽ 2 വാൾട്ടി മാറ്റിയിട്ട് പഞ്ചർ ഒട്ടിച്ചൂട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പഞ്ചറുകൾ എത്ര അടച്ചാലും അടയൂല, പ്രത്യേകിച്ച് തുള മാത്രമുള്ള ട്യൂബുകള്. ഉപ്പാ, കുഞ്ഞിക്ക് സ്കേറ്റിംഗ് ഷൂ വാങ്ങിയോ? ആദ്യം പഠിച്ചൊരു ജോലി സമ്പാദിക്കുക, എന്നിട്ട് മതി കളി. കാശില്ലാത്ത ഓരോ ഏടാകൂടങ്ങള്. വാ പോകാം. അൽത്താഫേ, അൽത്താഫേ നിന്നെ. മോനെ ഇപ്പൊ വഴക്ക് പറഞ്ഞല്ലേട്ടാ. വാടക ചോദിക്കാൻ ഹാജര് വന്നിരുന്നു. ഉള്ള കാശ് മൊത്തം അയാൾക്ക് കൊടുത്ത്. മോന് ഷൂ വാങ്ങാൻ വെച്ച കാശാണെന്ന് പറഞ്ഞിട്ട് ആചാര് കേട്ടില്ല. അതുകൊണ്ടാണ് ട്ടാ. തട്ടിപ്പാടാ. ഈ എന്താ ആരാവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? വലുതാകുമ്പോ ആരാവന ഇഷ്ടമെന്ന് വെച്ചു. ഞാനതൊന്നും അറിയിച്ചിട്ടില്ല. അനക്കും പറഞ്ഞുകൊണ്ടിരുന്നു വല്ല പൈലറ്റ് എഞ്ചിനീയറൊക്കെ ആകാൻ ഇഷ്ടമെന്ന്. അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ലല്ലോ. എന്താ പറഞ്ഞാല് അനക്ക് തോന്നുന്നുണ്ടോ എന്റെ ഭാഗത്ത് ഡോക്ടർ ആവുന്ന്? എന്നാലും എനിക്ക് ഡ്രൈവർ ആവാൻ ഇഷ്ടം. അനക്ക് ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ല?
നല്ല തണുത്ത കാറ്റ്, മഴ പെയ്യുന്നാ തോന്നുന്നു. ആരാത്? ഇത് നമ്മുടെ കാലിതിന്റെ ചെക്കനല്ലേ? കണ്ടോ എന്തേനി? ഉമ്മക്ക് തീരെ വയ്യ. എന്റെ ബാപ്പയിലെ വൈകുന്നേരം ഭക്ഷണം വന്നിട്ട്. നമ്പർ ഉണ്ടാവില്ല മോനെ, പോയി വിളിച്ചു നോക്ക്. ബേജാറാവണ്ട, കുട്ടികളല്ലേ. ഉമ്മക്ക് തീരെ വയ്യ, ആശുപത്രി കൊണ്ടുപോകണം. കാറ് കൊണ്ടുവരാൻ പറഞ്ഞു. ആര്? ഉപ്പ. ഈ സമയത്താ? വേഗം പറഞ്ഞു, ഉമ്മക്ക് തീരെ വയ്യ. ഉമ്മയ്ക്കിപ്പോ എന്താ അസുഖം? വേഗം വരാൻ പറഞ്ഞു. കാറ് വിളിച്ചു കൊണ്ടുപോകാനുള്ള കാശൊക്കെ നിന്റെ ഉപ്പാന്റെ കയ്യിൽ ഉണ്ടാവോ? കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രി കൊണ്ടുപോയതിന്റെ ബാക്കി ഇതുവരെ കിട്ടിയില്ല. വേറെ വണ്ടി വിളിച്ചാൽ മതി കേട്ടാ. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറ. ഡ്രൈവർ പണി നല്ല പണിയല്ലേടാ. ഡ്രൈവർ എന്നാ മൊയിലായിക്കോ, അതാവുമ്പോ ദിവസവും പൈസ കൊടുക്കാതെ കോയിനെ തിന്നാം. അത് എനിക്ക് പറ്റുവാണിയല്ലേ. ശരിയാവൂല. അൽത്താഫേ, അൽത്താഫേ, ഡാ ഈ പോയി ഒരു കിലോ കോഴി വാങ്ങിച്ചിട്ട് വാ. മോന്തി വന്നൊരുമ്പോ വരണേ. ഡാ ആ സൈക്കിൾ ഉണ്ടെങ്കിൽ എടുത്തോ. എന്റെ ചങ്ങാതിയില്ലേ മണിയുണ്ടായി, ഓനെയും കൂട്ടിക്കോ. ഓ ഓനാണല്ലോ ഉപദേശി. വേഗം വരണേ, ആടെ നിൽക്കരുത്. നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും വൈഫൈ നിലവിൽ വന്നില്ലേ? പെട്രോൾ വില കുത്തനെ കുറച്ചില്ലേ? കുടിവെള്ള പദ്ധതി, വീടില്ലാത്തവന് വീട്, കക്കൂസ്, ഇതൊക്കെ പ്രാവർത്തികമാക്കി തന്നില്ലേ? എനിക്ക് നേതാവായി കൂടെ നല്ല പൈസടാ. 50 രൂപ വില വരുന്ന അരിക്ക് ഇപ്പൊ എത്രയാ വില? വർഗീയ ശക്തികൾക്കെതിരെ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ചെക്കന്മാർക്കൊന്നും ഒരു ബഹുമാനമില്ല. ഒരു കിലോ കോഴി. കോഴിക്കൊല്ലല്ലേ? എന്താടാ പൈസ? പൈസ കാണില്ല. ശരിക്കും നോക്ക്. എത്ര റുപ്യാടാ? 200. ഞാൻ മടക്കി കീശന്റെ ഉള്ളിൽ വെച്ചതാ. പോയി നോക്ക്, ഏടെങ്കിലും വീണോണ്ടാവും. ആ പോയി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ ആ ഗ്രൗണ്ടിൽ കളിച്ചില്ലായിരുന്നോ? വാ നോക്കാം. ഇവിടെ മൊത്തം ചീത്ത. ഉപ്പതല്ലോടാ. ഉമ്മച്ചിനെ നല്ല ചീത്ത വെക്കും. ഉമ്മക്ക് പിന്നെ എന്തെങ്കിലും കാരണം മതിയല്ലോ എന്നെ ചീത്ത വിളിക്കാൻ. അതെന്താ? അതും ചീത്തായി. ഞാൻ അപ്പഴേ ചീത്തായിരിക്കുന്നേ. അന്റെ കാശ്
ആരെങ്കിലും കിട്ടിക്കാണും. വാ പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? കോയിനെ കിട്ടാത്തേനോ? പൈസ പോയിനായിരിക്കില്ലേ ഞാനൊക്കെ ചീത്ത കേൾക്കാൻ പോകുന്നത്. നേരം വൈകാനായിരിക്കും. വാ. Stone, paper, scissors. 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 ആമി ഈ ഷട്ടിഞ്ഞെടുത്തേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. Stone, ഇരുടായി. paper, scissors. ഒരു കാര്യത്തിന് പറഞ്ഞയച്ചാൽ നേരത്തെ വരണമെന്നൊരു ചിന്ത വേണ്ടേ? ഇടയിൽ തൊള്ളോർന്ന് നിൽക്കണ്ടാവും. Stone, ഇനി ഏത് പാതിരയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പുന്നാരമോനും വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടത്? Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. പേടിക്കണ്ടോ? ഞാനില്ലേ കൂടെ, അതാണ് എനിക്ക് പേടി. എന്നാ ഞാൻ പോട്ടെ. നിക്കടാ. എന്റെ അമ്മ, അന്റെ ഉമ്മക്ക് എന്നെ കണ്ടു കഴിഞ്ഞാ പിന്നെ പ്രാന്താ. ഞാൻ പോട്ടെ. ആ വന്നാ എവിടെയായിരുന്നു ഇത്രയും നേരം? പൈസ 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 പോയി പോയി പോവാനോ? ഞാൻ മടക്കി കേശാന്റെ ഉള്ളിലിട്ടതാ. അപ്പൊ നീ കോയിന് മേടിച്ചില്ലേ? പോയതൊന്നും അയക്കൂല. ഓനോന്റെ ചങ്ങായും കൂടെ ഹോട്ടലിൽ കയറി പൊറോട്ടയും കോഴിയും തിന്നിട്ടുണ്ടാവും. ആണോ അൽത്താഫേ? അല്ല. പുന്നാരം ചോദിക്കാണ്ട് 4 വീക്ക് അങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ അവൻ സത്യം പറയും. എന്തോ ഒറ്റയ്ക്ക് തിന്നണം എന്നുള്ള വിചാരമില്ല നിങ്ങളുടെ മോന്. ആ തള്ളേന്റെ ആർത്തി മുഴുവനും കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ? അഞ്ഞേ പറ്റുള്ളതല്ലോ. ഇങ്ങോട്ട് വാന്ന്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഓളുടെ ഒരു കുഞ്ഞാക്ക ഇവിടെ കേറി പാടി. കേറി വരാൻ ഇഷൽ, കേറി വരാനാ പറഞ്ഞ്. ഇടി കേറി വരാൻ, ഇങ്ങോട്ട് വരാൻ. കുറച്ച് ഛർദിക്ക്. ആ തിന്നത് മുഴുവൻ പുറത്തു വരട്ടെ. എന്നോട് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ? എന്നും തൊടുവിരൽ കുളിരാൽ തലോടുന്ന കാറ്റുമിന്നെന്തേ അകന്നു നിൽപ്പൂ. എന്നും തൊടുവിരൽ കുളിരാൽ തലോടുന്ന കാറ്റുമിന്നെന്തേ അകന്നു നിൽപ്പൂ. ഇരുളിൻ്റെ ഇറയത്ത് ചിരിവിടർത്താറുള്ള ഏകാന്ത താരവും മാഞ്ഞു. പിന്നിലാവും കണ്ണടച്ചു.
എന്നും തൊടുവിരൽ കുളിരാൽ തലോടുന്ന കാറ്റുമിന്നെന്തേ അകന്നു നിൽപ്പൂ. കളിയോടമാം പിറ കണ്ടു നിന്ന ആ നാളുകൾ. അമ്പിളിക്കളിയോടമാം പിറ കണ്ടു നിന്ന ആ നാളുകൾ വന്നതില്ല, ഇനി വരികയില്ല എന്നറിയും നൊമ്പരം ഓർമ്മയിൽ ചേർന്നുരുകവേ, ഓർമ്മയിൽ ചേർന്നുരുകവേ. എന്നും തൊടുവിരൽ കുളിരാൽ തലോടുന്ന കാറ്റുമിന്നെന്തേ അകന്നു നിൽപ്പൂ. ഇരുളിൻ്റെ ഇറയത്ത് ചിരിവിടർത്താറുള്ള ഏകാന്ത താരവും മാഞ്ഞു, പിന്നിലാവും കണ്ണടച്ചു. ഇന്നലെ കിളിവാതിലും ചാരി ചെന്നു ചേക്കേറിരാപ്പാടിയും, ഇന്നലെ കിളിവാതിലും ചാരി ചെന്നു ചേക്കേറിരാപ്പാടിയും. പാട്ടുമില്ല, അമ്മ കൂട്ടുമില്ല, ചങ്കിൽ വിങ്ങും സങ്കടം തേങ്ങലായി ചിറമുറിയവേ, തേങ്ങലായി ചിറമുറിയവേ. എന്നും തൊടുവിരൽ കുളിരാൽ തലോടുന്ന കാറ്റുമിന്നെന്തേ അകന്നു നിൽപ്പൂ. ഇരുളിൻ്റെ ഇറയത്ത് ചിരിവിടർത്താറുള്ള ഏകാന്ത താരവും മാഞ്ഞു, പിന്നിലാവും കണ്ണടച്ചു. എന്നും തൊടുവിരൽ കുളിരാൽ തലോടുന്ന കാറ്റുമിന്നെന്തേ അകന്നു നിൽപ്പൂ. അൽത്താഫേ, ഈവിടെ ഉണ്ടാവുന്ന ഉപ്പയ്ക്കറിയാം. മോമ്മ ചോറ് തിന്നണ്ടേ? എനക്ക് പൈക്കുന്നില്ലേ? ഉമ്മ ചോറെടുത്ത് വച്ചിട്ടുണ്ട്. എനക്ക് നല്ലോണം വേനിച്ചിട്ടുണ്ടെന്ന് ഉപ്പയ്ക്കറിയാം. സാരമില്ല, അപ്പോഴത്തെ ദേഷ്യത്തിനുപ്പ
എനിക്കറിയാം ആ പൈസ കൊണ്ട് ഈ മണിയണ്ണും കൂടെ ഹോട്ടലൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന്. ഈ അങ്ങനെ ചെയ്യില്ലെന്ന് ഉപ്പയ്ക്ക് അറിയില്ലേ? എന്തിനാ ഉപ്പ എന്നെ തല്ലിയത്? അത് ഉമ്മ പറഞ്ഞിട്ടാ. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ വാ, സാരയില്ല സാരയില്ലെന്ന് പറഞ്ഞില്ലേ? വാ പന്നെ ബോംബാ. ഗുഡ് മോർണിംഗ് മൈ ക്യൂട്ടി കുട്ടി. താങ്ക് യു. ഓക്കേ. ടാറ്റാ. സാർ മനോജ് കെ ജെന്റെ ഫ്രണ്ടാ? ആര് പറഞ്ഞു? ഫ്രണ്ട്സ്. ഗോ ടു യുവർ ക്ലാസ്. അൽതാഫ്, വാട്ട്സ് യുവർ ആംബിഷൻ? പേടിക്കണ്ട, നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഗോ. ഞാൻ മിസ്സിനോട് പറഞ്ഞെടുക്കും. നീ പറയും പറയുന്നല്ലാതെ പറയുന്നില്ലല്ലോ. നീ പോയി പറ. എടാ അവള് പോയി പറയും. പറയട്ടെ. പോയി പറഞ്ഞെടുക്കും നിമ്മനെ. വാ നോക്ക്. അവള് മിസ്സിനോട് പറയടാ. നീയല്ലേ മിസ്സിനോട് പറഞ്ഞോളാൻ പറഞ്ഞേ? ഇത് സീനാവടാ. നിനക്ക് പണിഷ്മെന്റ് ഷുവറാ. വാട്ട് ഹാപ്പൻ? എടാ വിട്ടോ പോര്. ഈ കാര്യത്തിൽ ടീച്ചേഴ്സിനെ എനിക്ക് കുറ്റപ്പെടുത്താനാവില്ല. പേരൻസിന്റെ കൊള്ളരുതായ്മയെ മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയൂ. ലവ് ചെയ്ത് നടക്കേണ്ട പ്രായമാണോ ഇവന്? സോറി മദർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത്രയും ചീപ്പ് സ്വഭാവമുള്ള ഒരു കുട്ടി ഈ സ്കൂളിന് അപമാനമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടീസ് തന്നിടാനേ നിവർത്തിയുള്ളൂ. അങ്ങനെയൊന്നും പറയരുത് മദർ. പറയുന്നതാണോ? കാണിച്ചു വയ്ക്കുന്ന മുഴുവൻ വൃത്തികേടല്ലേ? സ്നേഹിക്കുന്നത് അത്ര വൃത്തികേടൊന്നുമല്ല, ആണോ മദർ? ഈ ചെറുപ്രായത്തിൽ ഇവനിപ്പോ 4th സ്റ്റാൻഡേർഡിലായില്ലേ? ഞാനൊക്കെ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ മോശക്കാരനായോ? മദർ, മനസ്സിൽ സ്നേഹമുള്ളവർക്കേ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂ. നിപുണയുടെ പേരൻസ് ഈ വിവരം അറിഞ്ഞാൽ അവരാ കുട്ടിയെ ഈ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? സ്നേഹത്തിന്റെ പേരിലല്ലേ മദർ? ഭഗത്തിന് ഒരു അവസരം കൂടെ കൊടുക്കൂ, അവൻ നല്ല കുട്ടിയാവും. അല്ലേ ഭഗത്? ഷുവർ മദർ, ഇനി ഭഗത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല, പ്രോമിസ്. ഭഗത്തിനോടാണ് ചോദിച്ചത്. കണ്ടില്ലേ, അവന് തെറ്റ് മനസ്സിലായി. ഇനി അവൻ നിപുണയെ ഡിസ്റ്റർബ് ചെയ്യില്ല. മദർ, ഞാനല്ലേ പറയുന്നത്? സാറിന്റെ ഒരൊറ്റ വാക്കില. മേലിൽ ഇവനെ കുറിച്ച് ആ കുട്ടിയോ ആരെങ്കിലോ കംപ്ലൈന്റ് ചെയ്താൽ ഭഗത് ആ നിമിഷം ഈ സ്കൂളിന് പുറത്താകും. ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല മദർ. ഭഗത്, ഇനി കുരുത്തക്കേടൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. ഓക്കെ? ഓക്കെ. ഓക്കെ പറഞ്ഞാ പോരാ. ഞാൻ ഇനി വികൃതി ഒന്നും കാണിക്കില്ലെന്നും നിപുണയെ സ്വന്തം സിസ്റ്ററായി കാണുമെന്നും 100 ടൈംസ് എഴുതി എന്നെ കാണിച്ചിട്ട് പോയാ മതി. ഹൃദയം നുള്ളി. കഴിഞ്ഞില്ല ഇതുവരെ? നീ ഇതുവരെ പോയില്ലടാ. എനിക്ക് റൂം പൂട്ടണം. ഇതിലും ഭേദം നിന്നെ പിടിച്ച് പട്ടിക്കൂട്ടിലിടുന്നതായിരുന്നു. എടാ ഞാൻ എഴുതണം. ഞാൻ എഴുതണടാ. എനിക്കൊരു 2000 റുപ്പീസ് തന്നാ മതി. ഒരു 500. പോട്ടെ, ഒരു 100. എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട, പക്ഷെ നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ ഗോകുൽ സാറിനോട് പറഞ്ഞ് മനോജ് കെ ജയന്റെ ഡേറ്റ് ഒന്ന് വാങ്ങിത്തരാം. നോക്കാം. അത് മതി, നോക്കിയാ മതി.
നിപുണ മിസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഭഗത്ത് പോയി ഡെസ്കിൽ തല വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അവൻ ചെയ്തു. എന്തായാലും ഇമ്പോസ് ചെയ്ത് മോശമായിപ്പോയി. ഞാനതിലേറെ ലവ് ചെയ്യാൻ പോകാത്തത്. ഇനി നോക്കിക്കോ, ഭഗത്ത് നിപുണ ഒരിക്കലും മൈൻഡ് ചെയ്യൂല. കട്ടീസാ മിണ്ടാണ്ടിരിടെ, മുട്ടേന്ന് വിരിഞ്ഞില്ല. അപ്പത്തേക്കും വലിയോര് പറയുന്ന കേട്ടിരിക്കും. മുട്ടേന്ന് വരുന്ന ഒരാളു ഓടി. എങ്ങനെയുണ്ട്? നന്നോ? ഇതിലെ ഒട്ടിച്ച് വടക്കാക്കണ്ട, എടുത്തു വച്ചോ. പാകമാണല്ലോ അല്ലേ? എന്നാടാ മത്സരം? അതറിയില്ല, ഡേറ്റ് ക്ലാസ് പറയുന്ന സാറ് പറഞ്ഞത്. അതിന് ഇനിയും വേണമല്ലോ സാധനങ്ങള്. ഷൂ മാത്രം പോരല്ല, ഹെൽമെറ്റ് വേണം. അതെ. ആദ്യം മത്സരം എന്താണെന്ന് അറിയട്ടെ. എടാ അൽത്താഫേ, നീ ഇതിന്റെ ബാൽറ്റ്യൂബ് ശരിയായി തന്നടാ. വാൾട്യൂബോ? അത് വാട്സാപ്പിന്റെ കാര്യമാ. എനിക്ക് വാട്സപ്പും യൂട്യൂബും കൂടി കുഴഞ്ഞു പോകും, അതാ. ഈ ആദ്യം പോയി ആ സൈക്കിളിന്റെ വാൾട്യൂബ് മാറ്റി മാറ്റടാ. ഇത് പഞ്ചറാണെന്ന് ഉണക്ക. ഷൂ നല്ലോണം കൊണ്ടുവച്ചോ, ഉമ്മ കാണണ്ട. വെറുതെ ഓൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും, അതുകൊണ്ടാ. എത്ര കാലമെന്ന് വെച്ചിട്ടാ ഈ ഡയാലിസിസ് ചെയ്ത് കഴിയുന്നത്? കിഡ്നി മാറ്റി വെച്ചാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പോകുന്നിടത്തോളം പോട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഓരോരുത്തര് ഓരോ തുള്ളി ജീവന് വേണ്ടി നടു റോഡിലൂടെ ആംബുലൻസിന് പായുന്നത് നമ്മൾ കാണുന്നല്ലേ. അതൊക്കെ പ്രാണന് കൊതിയുള്ളവരല്ലേ. ആമിനിത്താനോടെങ്കിലും ഇക്കയ്ക്ക് സൂക്കട്ടിന്റെ കാര്യം ഒന്ന് പറയായിരുന്നു. വെറുതെ എന്തിനാ എല്ലാരെയും വിഷമിപ്പിക്കുന്നേ? കിഡ്നി മാറ്റി വയ്ക്കാനൊക്കെ എത്രയാ കാശെന്ന് വിചാരം? അപ്പൊ ഇതിനൊക്കെ കാശ് കണ്ടെക്ക വേണം. എന്റെ കാര്യമല്ല പുഷ്പ ഇപ്പൊ നോക്കേണ്ടത്. അൽത്താഫിനൊരു ബൈക്ക് എത്തിക്കണം. ആമിനയ്ക്ക് ഓനെ ഇഷ്ടമല്ലെങ്കിലും ഓൻ ആമിനും മിശയിലെന്ന് വെച്ചാൽ ജീവനാ. അവൻ നോക്കുവരെ. ഇക്ക, നമുക്ക് അൽത്താഫിന് ഹെൽമെറ്റ് വാങ്ങിക്കണ്ടേ? വാങ്ങണം. ഇന്ന് സ്കൂളിൽ PTA മീറ്റിംഗാ. അത് കഴിഞ്ഞാൽ അറിയാം എന്നാ മത്സരമൊന്ന്. അത് കഴിഞ്ഞ് വാങ്ങാം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. കഴിവുള്ള കുട്ടികളെ മനഃപൂർവ്വം മാറ്റി നിർത്തി സ്വന്തം കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തരം നാണംകെട്ട ഏർപ്പാട് നമ്മുടെ സ്കൂളിലുണ്ട്. സ്വന്തം കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കേണ്ടത് പേരൻസ് ആണ്. കഴിഞ്ഞ തവണ കലാമേളയ്ക്ക് പോയപ്പോ ഞാനും ഇതുപോലെ അനുഭവിച്ചതാ. ഭരതനാട്യത്തിൽ എന്റെ മോള് എന്ത് നന്നായി പെർഫോം ചെയ്തതാ. ഒടുക്ക റിസൾട്ട് വന്നപ്പോ പ്രീതി മിസ്സിന്റെ മോൾക്ക് ഫസ്റ്റ്. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ പരിചയത്തിൽ ജഡ്ജസിനെ വിളിച്ച് വിധി നിർണ്ണയിക്കുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കും. സൈലൻസ്. നിങ്ങളാരും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്. കഴിവുള്ളവർ മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ടാ ഇവിടെ നല്ല സയന്റിസ്റ്റുകൾ ഉണ്ടാവാത്തത്. കഴിവുള്ളോണ്ട് മാത്രം കാര്യമില്ലല്ലോ, കാശും വേണ്ടേ? അതെന്താ അൽത്താഫിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത്? കാശില്ലാത്തതുകൊണ്ട് അൽത്താഫിനെ റോൾ സ്കേറ്റിംഗിൽ പങ്കെടുപ്പിക്കില്ല എന്നാണോ? അതൊക്കെ കാശുള്ളവരുടെ കളിയല്ലേ. ഞങ്ങളെ എവിടുന്ന കാശ്? അങ്ങനെ പറയരുത്. PTA ഫണ്ടിൽ നിന്നും ആ കുട്ടിക്ക് ആവശ്യമുള്ള കാശെടുത്ത് ചെലവാക്കണം. നല്ല ഭാവിയുള്ള കുട്ടി അൽത്താഫ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ അവനെ കവച്ചു വെക്കാൻ മറ്റൊരു കുട്ടി ഈ സ്കൂളിലില്ല. PTA ഫണ്ട് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ ഞങ്ങൾക്കെത്താ ഫണ്ട്. ഞങ്ങളും കാശില്ലാത്തവരാ. എന്റെ മോനത് പെർഫോമൻസിൽ മോശാ. ബാസ്കറ്റ്ബോളിൽ നാഷണൽ പ്ലേയേഴ്സിൽ കഴിഞ്ഞ് 2 തവണയും അവനുണ്ടായിരുന്നില്ലേ? അതിന്റെ ചെലവ് മുഴുവൻ ഞങ്ങളാ വഹിച്ചത്. PTA ഫണ്ട് അങ്ങനെ വ്യക്തിപരമായി മാറ്റിവെക്കാൻ പറ്റില്ല. എന്തായാലും അൽത്താഫിന്റെ കാര്യത്തിൽ പേരൻസ് എന്നെ ഒരു തീരുമാനത്തിലെത്തണം. സ്റ്റേറ്റ് ലെവൽ സ്കേറ്റിംഗ് മത്സരം അടുത്തയാഴ്ചയാ. ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത 4 പേർ ഈ സ്കൂളിൽ തന്നെ ഉണ്ട്. അതിൽ 3 പേർക്ക് സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. 4 പേരിൽ 3 എന്ന് പറയുമ്പോൾ കാശില്ലെങ്കിൽ അൽത്താഫ് മാറി നിൽക്കട്ടെ.
സ്കൂൾ വിൻ ചെയ്യണമെങ്കിൽ അൽത്താഫ് മസ്റ്റാ. അതിന് അൽത്താഫിന്റെ പേരൻസ് ഇതുവരെ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അൽത്താഫിന്റെ ഉമ്മയോടാ പറയുന്നത്. നോക്കാം. എന്നാ പിന്നെ കൂടുതലായി ഒന്നും പറയാനില്ല. ഈ എക്സിക്യൂട്ടീവ് യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ഇത് വെറുതെ മനുഷ്യനെ ഞാനൊരു 50,000 ഫണ്ട് തരാൻ. എന്റെ കുട്ടിക്ക് പൈസ ഞാൻ തന്നെ ഉണ്ടാക്കി. എന്താ അത്ര നേരത്തെ പോകുന്നത്? ഒന്നുമില്ല, നല്ല സുഖമില്ല. PTA മീറ്റിങ്ങിന് പോയി വരുമ്പോ ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വാങ്ങി. അവന്റെ കാര്യമെല്ലാം പറഞ്ഞോ? കാശില്ലാത്തവർ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ചെരുപ്പമേ ഉരുളുന്ന കളി അത്ര വലിയ കളിയൊന്നും അല്ലല്ലോ. 4 കോഴിക്കളെ പോറ്റി അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. മത്സരം എന്നാണെന്ന് പറഞ്ഞിരുന്നോ? അവന് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കാശില്ലെന്ന് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. എന്തിനാ നാണിക്കുന്നത്? അവന്റെ അപ്പഴിനെ കണ്ടിട്ട് അണ്ണാൻ അതുപോലെ ആവാൻ പറ്റുമോ? കാശൊക്കെ ഉണ്ടാവും, അതിനത്ര വലിയ കാശൊന്നും വേണ്ട. കളിക്കാനല്ല, കുട്ടികൾക്ക് പഠിക്കാനാ കാശ് ചെലവാക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ കൊണ്ട് ബാങ്കിലിട്. ഒരു പെൺകുട്ടിയാ വളർന്നു വരണത്, അത് മറക്കണ്ട. അവന്റെ ചെറിയൊരു ഇഷ്ടമല്ലേ, അതെങ്കിലും നടത്തി കൊടുക്കണ്ടേ? ഞാൻ നടത്തി കൊടുത്തോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്നിട്ട് ഉപ്പമ്മനും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് കഴിഞ്ഞോ? എന്നെ എന്റെ മോളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്, അല്ലെങ്കിൽ അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പോഴി അവിടുന്ന്. അൽത്താഫ്, എന്തായി തീരുമാനം? ഇത് ശരിയല്ല. ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും ദിവസവും. ഷേം ഷേം ഷേം. ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്ന എത്ര തരം ജനങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ ആവാൻ അൽത്താഫിന് തോന്നുന്നില്ലേ? ഓക്കെ, ഇന്ന് മൺഡേ, ഫ്രൈഡേക്ക് മുമ്പായിട്ട് പറയണം. ഓക്കെ അൽത്താഫ്? നിന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടല്ലോ. ഡോക്ടറും എഞ്ചിനീയറും എല്ലാം ആവാൻ. നിനക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമില്ലേ? നിലവിളിക്കാതെ, മോനിപ്പോ വണ്ടിയായി വരും. ലൈല, മോനെ വണ്ടി വന്നോ? ഇല്ലപ്പ, അയാൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാ, അയാൾക്ക് ഒരു കുഴപ്പമില്ല. ഉമ്മ കരയല്ലേ? നമുക്ക് ആശുപത്രി പോവാം. കരയണ്ട, ഡോക്ടർ ഇപ്പൊ കാണാം. ആശുപത്രി പോ. എവിടേക്കാ അവരെ കൊണ്ടുവന്നെ? തീരെ വയ്യ. ഡോക്ടറെ കാണിക്കൂ. എവിടെയാ ഡോക്ടറെ? ഡോക്ടറെ കാണാം. ആദ്യം പോയി പേര് രജിസ്റ്റർ ചെയ്യൂ. പേര് ലൈല. എവിടെയാ രജിസ്റ്റർ ചെയ്യണ്ടേ? വേഗം ചെല്ലൂ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. വേഗം ചെല്ലൂ. വയസ്സ് 24. ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്? പ്രസവത്തിന്റെ. ഓക്ക് വയറ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞിരുന്നു. ഒരു 10,000 അടച്ചോളൂ.
കാശില്ലേ? നാളെ കൊണ്ടുവരാം. പെട്ടെന്ന് വയ്യാതായപ്പോ വേദനിച്ചിട്ട് ക്യാഷ് അടയ്ക്കാതെ ഡോക്ടർ കൺസൾട്ട് ചെയ്യില്ലാന്ന് അറിയാലോ. അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കാ. എന്താ പേര്? സുരേഖ. പെങ്ങളെ, ഒന്ന് മാറി നിൽക്കുക, അവര് ക്യാഷ് അടയ്ക്കട്ടെ. ഡോക്ടർ എവിടെയാ? ഡോക്ടർ മുകളിലുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷേ എമർജൻസി കേസുകൾ 7 എണ്ണം ഇപ്പൊ തന്നെ ലേബർ റൂമിലുണ്ട്. അതും ക്യാഷ് അടച്ച് വെയിറ്റ് ചെയ്യുന്നവർ. ഓക്ക് തീരെ വയ്യ. കാശിനെ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം. ഡോക്ടർ അവളെ ഒന്ന് നോക്കണം. പറഞ്ഞില്ലേ, ലേബർ റൂമിൽ ലേഡി ഡോക്ടേഴ്സേ ഉള്ളൂ. അവരെല്ലാം തിരക്കിലുമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത് എവിടെയെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണും, അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെ പറയരുത്. ഈ സമയത്ത് ഇത്രയും വയ്യാത്ത ഒരാളാ. നേരം വൈകണ്ട. അധികം വൈകിയാൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. സോറി, ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ചും ഇത്തരം കോംപ്ലിക്കേറ്റഡ് കേസുകൾ. ഇവരെ കൂടെ വന്ന ആളെവിടെ പോയി? ആരും വിളിച്ചു. അയാളെ വിളിക്കാൻ പറയും. ആരെങ്കിലും അയാളെ വിളിക്കും. ആരെങ്കിലും ആരെ വിളിക്കാൻ പറയൂ. പിടിക്കും പിടിക്കും. മോനെ ലൈല, എന്താണ് അവിടെ പരിപാടി? അങ്ങോട്ട് മാറിക്കടാ, അങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോടാ. നിങ്ങളുടെ കൊള്ളയുടെ കൈമേൽ ഇതിനൊക്കെ കാരണം കുറച്ച് മനസാക്ഷി കാണിക്കണം. അനക്ക് പോലീസ് ആയിക്കോട്ടാ. വേണ്ട എടാ, ഞാൻ എത്ര ആലോചിച്ചിട്ട് കിട്ടിയ ഐഡിയ എന്നറിയോ? സൂപ്പർ പണിയാടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാണ്, ഈ സ്ട്രോങ് ആണ് പോലീസിന് വേണ്ടത്. പോലീസ് അല്ലെങ്കിൽ പിന്നെ കള്ളൻ. അതിനിപ്പോ ഇവിടെ ഞാനില്ല. നാശം. ഇന്ന് സാർ ചോദിച്ചാ കുനിക്ക് എന്താ പറയാ? നാളെ ഫ്രൈഡേ അല്ലേ, നാളെ പറയാന്ന് പറയൂ. നിനക്കാരാവാൻ ഇഷ്ടം? ഉമ്മ. എനിക്ക് ഉമ്മ ആവാൻ ഇഷ്ടം. കുനിക്കൊക്കെ ഉപ്പായിക്കൂടെ? ഉപ്പിനെ പോലെ വർഷപ്പം നടത്തിക്കൂടെ? അതിനല്ല ഇല്ലാത്ത കാശ് മുടക്കി ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. അവനെ കിട്ടാതെ സ്വന്തം മക്കൾ കിട്ടണം വിചാരിച്ചിട്ട് തന്നെയാ. ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് മോനെ വലിയ സ്കൂളിൽ ചേർത്തപ്പോ ബാക്കിയുള്ള ഒരു വാടക വീട്ടിൽ കഴിഞ്ഞ ഗതികേടായി. ഏത് സമയത്താണോ പടച്ചോൻ ഈ നരകത്തൊന്ന് രക്ഷപ്പെടാൻ പോണത്? അൽത്താഫിനെ മാത്രമല്ല, ഇസ്രയേലിലും ഞാൻ സ്കൂളിൽ തന്നെയല്ലേ പഠിപ്പിക്കണേ. അതും പഴയ വീട് വിറ്റ കാശ് കൊണ്ട് തന്നെയാ. ഓ, ഇപ്പൊ കണക്ക് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ 2ാം കെട്ടിനും അതിലെ കുട്ടിക്കും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്ന് മുന്നിന്ന് പോവാ അമ്മി. വീടും പറമ്പും വിറ്റത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, വാപ്പ ഉണ്ടാക്കി വെച്ച കടം വീട്ടാനും കൂടിയാ. ഞാനും മോളും വലിഞ്ഞേറി വന്നതല്ലേ, ഞങ്ങളെ ഇപ്പൊ കൺമുന്നിൽ കണ്ടൂടാ. അല്ലെങ്കിൽ സ്വന്തം കുട്ടിയോടുള്ള സ്നേഹം അന്യ കുട്ടിയോട് ഉണ്ടാവില്ലല്ലോ. എനിക്കെല്ലാം അറിയാം. കുടിച്ചില്ല ഇത്ര നേരമായിട്ടും. എപ്പോഴെങ്കിലും നിന്നോട് മോളോട് ഞാൻ വകുതിരിവ് കാണിച്ചിട്ടുണ്ടോ? സ്വന്തം മോളെ പോലെ ഞാൻ ഇസ്രയേലിനെ കാണുന്നത്. വർക്ക്ഷോപ്പിലെ പണിക്കൊരാളെ കണ്ടെത്തിയിരിക്കുന്നു. എന്നോട് ചാടണ്ട, സുഖമില്ല എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാ. വർക്ക്ഷോപ്പിൽ പണികൊണ്ട് നിങ്ങളൊരു കുടുംബം നോക്കണില്ലേ? കുടുംബം നോക്കണം. അതിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് അറിയൂ. വർക്ക്ഷോപ്പിൽ പണിയെടുക്കേണ്ട ഒരു പ്രായേ 4ാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കൈ. ഞങ്ങൾ അവനെ കളക്ടർ ആക്കിക്കോ. അല്ല പിന്നെ
കണ്ടക്ടറാ? ഇത് പണിയാടാ. കണ്ടക്ടർ എന്നാണ് ഉമ്മ പറഞ്ഞത്. അല്ലടാ, ഈ ഡോക്ടറുടെ കൂടെ അത് കമ്പൗണ്ട്. ഇത് അതിനെക്കാട്ടും വലിയ പണിയാ. കൊറേ പഠിക്കണം. ഓ, പഠിക്കാനോ? അത് നമ്മളെ പോലുള്ളവർക്ക് പറ്റില്ല. അതെന്താ? കൊറേ പഠിക്കണമെങ്കിൽ കൊറേ കാശ് വേണം. അന്റെ ഉപ്പാന്റെ കഴിഞ്ഞു മാത്രമുള്ള കാശ് ഉണ്ടാവുമോ? നാളെ സാറിന് ഒരു ആൻസർ കൊടുക്കണം. ഈ ഒരു കാര്യം ചെയ്, അനക്ക് കണ്ടക്ടർ ആവാൻ ഇഷ്ടം എന്ന് പറ. കണ്ടക്ടറോ? അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്, പ്യൂൺ. സ്കൂളിലെ പ്യൂൺ. വെള്ളൊക്കെ അടിക്കാ നല്ല പണിയാ. അതാവുമ്പോഴോട് പഠിക്കാൻ വേണ്ട. അയ്യേ, പിന്നെ ഈ എന്താണോ സാറിനോട് പറയാൻ പോകുന്നേ? നാളെ ലീവ് ആക്കിയാലോ? എങ്ങനെ? നാളെ എനിക്ക് പനിയാ. പനിയാ? എടാ, പ്യൂണാൻ പറ്റൂലെങ്കിൽ നിനക്കൊരു മാഷായി കൂടി. നമ്മുടെ ഗോകുൽ സാറെ പോലെ നല്ലൊരു മാഷി. എടാ, അനക്ക് മാഷാവാൻ ഇഷ്ടം എന്റെ സാറിനോട് പറ. പറയടാ. സാറൊക്കെ തന്നെയാ. സാറിന് പോലീസ് ഉണ്ടോ? നമ്മുടെ സോഷ്യൽ സാറ് 3ാം ക്ലാസ്സിലെ പെൺകുട്ടീനെ ഏതോ ബയോളജി പഠിപ്പിച്ചു. ഒന്നും മനസ്സിലായില്ല. എനിക്കെല്ലാം മനസ്സിലായി. അൽത്താഫിനോട് മാഷാവാൻ ഇഷ്ടന്ന് ഓന്റെ സാറിനോട് പറയണ്ടെന്ന് പറയണേ. എന്ത്? അൽത്താഫിനോട് മാഷാവാൻ ഇഷ്ടന്ന് ഓന്റെ സാറിനോട് പറയണ്ടെന്ന് പറയണേ. എങ്ങോട്ടാ? പോ 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 പോ. അൽത്താഫിനെ കാണണം. ഏത് അൽത്താഫിനെ? 4ാം ക്ലാസ്സിലെ. ഇവിടെ അങ്ങനെ ആരുമില്ല. പോ പോ പോ. ഒരു കാര്യം പറയാനാ, പറഞ്ഞിട്ട് വേഗം പോയിക്കോളാം. ഇവിടെ അങ്ങനെ കേറി കാണാൻ പറ്റില്ല. പോ പോ ചെല്ല്. പോടാ. ഗോ. മാഷ് മാത്രമല്ല, സെക്യൂരിറ്റി ആവണ്ട അൽത്താഫ്. എല്ലാരും തെമ്മാടികളാടാ. ഈ പറഞ്ഞ പോലെ നമ്മള് മാന്യന്മാർക്ക് വെച്ച പണിയൊന്നും ഈ ലോകത്തില്ല. ഗോകുൽ സാർ ഒന്ന് ലീവായത് നന്നായി. അല്ലെങ്കിൽ ഞാൻ ടീച്ചർ ആവാൻ ഇഷ്ടം ഞാൻ പറഞ്ഞു പോവായിരുന്നു. ടീച്ചർ തോന്നിയാസം കാണിച്ചെടുക്കുന്ന ടീച്ചർ വേണ്ടടാ. അനക്കാ പണി വേണ്ട. ഓന് ശരിക്കും അവളോട് ലവ് ഉണ്ടോ? ആർക്ക്? കുഞ്ഞിക്കാന്റെ ക്ലാസ് അഭഗത്തിന്. ഓന് മാത്രല്ല, ആ ക്ലാസ്സിലെ എല്ലാവർക്കും ഓളോട് ലവാ. കുഞ്ഞിക്കാക്കും. എനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ. ലവിന് ഹൈറ്റ് വേണോ? ഹൈറ്റ് ഇല്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവൂല. അതിന് ഹൈറ്റ് ഇല്ലെങ്കിൽ എന്താ? റോളർ സ്കേറ്റിംഗിൽ കുഞ്ഞിക്ക് കിടുവല്ലേ കിടു. എന്ത്? കടുവയോ? കടുവല്ലേ കിടു. സ്കൂളിൽ സ്റ്റാർ അല്ലേ? കുഞ്ഞിക്ക് നല്ല റോളർ സ്കേറ്റർ ആവാൻ ഇഷ്ടം സാറിനോട് പറഞ്ഞൂടെ? Come on, come on. Body bend. Swim both arms. Look straight. Altaf. Very good. എന്നാലും അതൊരു ശരിയായ രീതിയല്ലല്ലോ. പേരൻസ് എങ്ങാനും അറിഞ്ഞ? അതെനിക്കറിയാം മദർ. പേരൻസ് അറിഞ്ഞ പ്രശ്നമാവും. പക്ഷെ അൽത്താഫിന്റെ കാര്യത്തിൽ പേടിക്കാനില്ല. അവന് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തോണ്ട്. നമ്മുടെ സ്കൂളിന്റെ റൂൾസ് നോക്കുമ്പോ മദർ പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പോ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പം നീക്കാൻ നോക്കട്ടെ. ഗോകുൽ സാർ പറഞ്ഞിട്ടില്ലേ, എഞ്ചിനീയറും ഡോക്ടറും മാത്രല്ല കൽപ്പനക്കാരനും സ്പോർട്സ്മാനും എല്ലാം ആവാൻ ആഗ്രഹിക്കണമെന്ന്. അല്ല, അങ്ങനെ എന്തോ ഉണ്ട്.
എടാ സ്കേറ്റിംഗ് ഇന്ന് തോൽപ്പിക്കാൻ ഈ സ്കൂളിൽ വരെ ആരാ ഉള്ളത്? നിനക്ക് റോസ് കാർഡർ ആവാൻ ഇഷ്ടം പറ. കളിക്കാനാണ് ഇഷ്ടം സാറിന് നല്ല തല്ല് കിട്ടും. സ്പോർട്സ്മാൻ ആവണമെങ്കിൽ പിന്നെ കളിക്കണ്ടേ? കളിക്കുന്നവർക്ക് തല്ലിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് എന്നെ വീട്ടിലിരുന്നാണ്. നിനക്ക് പറ്റിയ പണി സ്കേറ്റിംഗാ, അതല്ലേ നിനക്കിഷ്ടം? പറയാലേ. കണ്ണു പൊട്ടിയായ ഉണ്ടി പറഞ്ഞു, കണ്ടില്ലേ പുലിയെ അയ്യോ, ഞങ്ങളെ തിന്നിട്ട് നിനക്കെന്ത് കിട്ടാനാ പുലിയെ? അപ്പതേ സമർത്ഥനായ ഒറ്റക്കണ്ണൻ ഉണ്ടൻ പറഞ്ഞു, ഞങ്ങളാദ്യം അപ്പം ഉണ്ടാക്കി തിന്ന് തടിക്കട്ടെ, എന്നിട്ട് നീ ഞങ്ങളെ തിന്നാ മതി. അത് വേണ്ട, ഞാൻ ആദ്യം നിങ്ങളെ തിന്നും, എന്നിട്ട് നിങ്ങൾ അപ്പം തിന്നാ മതി. ഇത് കേട്ട് നമ്മുടെ ഉണ്ടി പറയാ, ഓക്കെ ബാക്കി നാളെ പറയാം. സാർ ഇന്ന് ഫ്രൈഡേയാ. ഇന്ന് ഫ്രൈഡേ ആണ്. എന്താ പള്ളി പോകാനുണ്ടോ? അല്ല സാർ, അൽത്താഫിന്റെ അംബീഷൻ. ഓ സോറി, ഇന്നാണല്ലേ അൽത്താഫിന് തന്ന ലാസ്റ്റ് ഡേറ്റ്. സൈലൻസ്. ഇതാ അൽത്താഫ് വളരെയേറെ ആലോചിച്ച് വലുതാകുമ്പോൾ ആരാവണമെന്ന് സ്വന്തമായ ഒരു തീരുമാനമെടുത്തിരിക്കുക. അത് നമുക്കൊക്കെ അറിയണ്ടേ? ഓക്കെ അൽത്താഫ്, പറയൂ. ഓ, സ്റ്റേറ്റ് ലെവൽ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ 2015-2016. This is to notify that the following students are selected to the state level skating competition from this school: Jomon PK, Aditya Shankarar, K Abhijit Madhav. ഇതിലാരും ഈ ക്ലാസ്സിലില്ലല്ലോ. എടാ നീയില്ലേ? ഞാൻ. സാർ അൽത്താഫിന്റെ പേര് വിളിച്ചില്ല. അൽത്താഫിന്റെ പേര് ലിസ്റ്റിലില്ലല്ലോ. ഓ, അത് മറന്നു. പറ, അൽത്താഫിന് ആരാവനാണ് ആഗ്രഹം? കുറച്ചു മുമ്പല്ലേ പറയാന്ന് പറഞ്ഞത്. എന്താ തീരുമാനിച്ചിട്ടില്ലേ? സോറി മിസ്. മാത്സ് ക്ലാസ്സിലാണോ മലയാളം കഥ? അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്. കൊള്ളാം. മിസ് മലയാളം BA സംസ്കൃതം പഠിച്ചിരുന്നില്ലേ? സംസ്കൃതം എക്സാമിന് ക്വസ്റ്റ്യൻ സംസ്കൃതത്തിലായിരുന്നോ? ഇംഗ്ലീഷിൽ. ആൻസർ ചെയ്യുന്നതോ മലയാളത്തിൽ. അത്രേ ഉള്ളൂ കാര്യം. ഗുഡ് മോർണിംഗ്. എടാ നീ വിഷമിക്കണ്ട, ആനനെ വാങ്ങില്ലേ, ഇനി തോട്ടിയല്ലേ, അതും ഉപ്പ വാങ്ങിത്തരും. ആദ്യം മത്സരത്തിന്റെ തീയതി അറിയട്ടെ. ഇവിടെ ആനേനേക്കാളും വില തോട്ടിക്കാണെന്ന് മാത്രം. എൻ്റെ കാലിൽക്ക ആ കാലും വിടുന്ന ചക്രമുള്ള ഷൂവില്ലേ, അതിനേക്കാളും വിലയാണ് തലയിൽ വെക്കണ സുനക്ക്. ഒന്ന് പോടാ, എല്ലാം വാങ്ങിത്തരാം. പക്ഷേ മത്സരത്തിന് ഈ ഫസ്റ്റ് വാങ്ങണം. പതിനാറ്. ഡാ, ഓൻ എന്തോ ഒരു വിഷമമുണ്ട്. ഇക്ക ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ വിഷമമായിരിക്കുള്ളൂ. അതൊന്നുമല്ല, വാങ്ങിച്ചു കൊടുക്കില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊന്നുമല്ല, വേറെ എന്തോ ഒരു സങ്കടമുണ്ട്. അനക്ക് ഉപ്പാനോട് പറഞ്ഞുകൂടായിരുന്നു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന സ്കേറ്റിംഗ് ടീമില് ഈ ഇല്ലാന്ന്. ഉപ്പാറിന സ്കൂളിൽ പോയി വേളം വെക്കും. ഗൂഗിൾ സാറിനോട് പറഞ്ഞാലോ, നെയ്യ ശരിക്കും ആ ടീമിൽ വരണ്ടെന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആദ്യത്തെ ശങ്കറും ജോമോനൊക്കെ അത്ര വലിയ പ്ലേയേഴ്സാ. സാരില്ല, പോട്ടെ. അതെ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ആദ്യത്തെ ശങ്കറിനെ എന്തുകൊണ്ടാ ടീമിൽ എടുത്തത് ചോദിക്കണം. അതെ, ഓനാ PTA പ്രസിഡന്റിന്റെ മോനല്ലേ, അതുകൊണ്ട് തന്നെയാണ് ടീമിലെടുത്ത്. അത് തന്നെ.
നിന്നോട് എത്ര തവണ പറഞ്ഞു ബോഡി ബെൻഡായിട്ട് ചെയ്യണമെന്ന്? ലുക്ക് സ്ട്രേറ്റ്. ഓക്കേ? അവൻ ശരിയാവും സാർ. അതെ, സാറ് പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. ചെല്ലേ. ടേൺ ചെയ്യുമ്പോൾ ലെഗ് റൈറ്റിലേക്ക് ക്രോസ് ചെയ്യണം. ബോഡി ബെൻഡ് മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ക്വിക്ക് ഫാസ്റ്റ്. ഓക്കേ സർ. ക്യാരി ഓൺ. ആദിത്യ, ടേൺ ചെയ്യുമ്പോൾ ലെഗ് റൈറ്റിലേക്ക് ക്രോസ് ചെയ്യൂ. ബോഡി ബെൻഡ് മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. അൽത്താഫിനെ പുറത്താക്കി ആദിത്യ ശങ്കറിനെ ടീമിലെടുത്തത് ഒട്ടും ശരിയായില്ല. കണ്ടില്ലേ അവർ കാട്ടിക്കൂടുന്നത്? അതൊക്കെ സാറ് പറഞ്ഞു കൊടുത്താൽ മതി, അവൻ ശരിയായിക്കോളും. എവിടെ എവിടെ ശരിയാവാനാ? മത്സരത്തിന് ഇനിയും ദിവസങ്ങളില്ലേ? ആദിത്യ ശങ്കറിനെ വെച്ച് നമ്മൾ സ്കൂൾ കോമ്പറ്റീഷൻ ചെന്നാലേ നമ്മൾ സ്കൂൾ പൊട്ടും, അത് ഉറപ്പാ. അവനെ കൊണ്ടുപോയില്ലെങ്കിൽ സാറ് പിന്നെ ഈ സ്കൂളിലുണ്ടാവില്ല. PTA പ്രസിഡന്റാ പറയുന്നേ. പഠിപ്പിക്കേ, നല്ല പോലെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേ, അവൻ ശരിയാവും. ഏയ്, പ്രാക്ടീസ് തുടങ്ങ. നീ എന്താ ടീമിലില്ലാത്തേ? സാരല്ല അൽത്തഫേ, നിനക്ക് കഴിവില്ലാത്തോണ്ടല്ലോ, കാശില്ലാത്തോണ്ടല്ലേ. PTA ഫണ്ട് നിനക്ക് ആവശ്യമുള്ള കാശെടുത്ത് സാധനങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ ഉള്ളവർ സമ്മതിക്കണ്ടേ? പിന്നെ നിന്റെ ഉമ്മയും പറഞ്ഞു ഞങ്ങളുടെ കാശില്ല, അൽത്തഫിനെ ടീമിൽ ഉൾപ്പെടുത്തണ്ടെന്ന്. സാരല്ല, നെക്സ്റ്റ് ഇയർ പങ്കെടുക്കാലോ. അപ്പോഴേക്കും നിന്റെ ഉപ്പയോട് പറഞ്ഞ് ഇത്തിരി കാശൊക്കെ സംഘടിപ്പിക്കുന്നു. വാടാ. അപ്പോഴേക്കും അവനേക്കാൾ നന്നായി കളിക്കുന്ന പ്ലേയേഴ്സ് വരും അല്ലേ? ആ, അവന് ഷൈൻ ചെയ്യാനുള്ള ചാൻസ് മിസ്സായി. ഈ കളിയൊന്നും കാശില്ലാത്തവർക്ക് പറഞ്ഞ കളിയല്ല. അവൻ പോയി വല്ല തലപ്പന്തും കളിക്കട്ടെ. അൽത്താഫിനെ പങ്കെടുപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട, അവന്റെ കയ്യിൽ കാശില്ലെന്ന് വെക്കാം. പക്ഷേ ആദിത്യ ശങ്കർ. ലുക്ക് മിസ്റ്റർ കുര്യൻ സാർ, ആ PTA പ്രസിഡന്റിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. PTA പ്രസിഡന്റിനാണോ അതോ എനിക്കാണോ ഇവിടുത്തെ സ്പോർട്സിന്റെ ചുമതല? ഇവിടെ പ്രധാന അധ്യാപികയുടെ ചുമതല എനിക്കല്ലേ. പക്ഷേ മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമാണ്. PTA പ്രസിഡന്റ് ആണെങ്കിൽ മാനേജ്മെന്റിന്റെ സ്വന്തം കക്ഷി. നമ്മളൊക്കെ അവരുടെ ശമ്പളം പറ്റി ജീവിക്കുന്നവരല്ലേ. ഈ കാര്യങ്ങളെല്ലാം മദർ ആ ഗോകുൽ സാറിനെ ഒന്ന് പറഞ്ഞു ധരിപ്പിക്കണം. അയാൾ ഇനി എന്നെ പറയാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഗോകുൽ സാറിനോട് വരാൻ പറയൂ. ഗോകുൽ സാറ് പുറത്തു പോയിരിക്കുകയാണ്. പുറത്തോ? അതെ, സാറ് കുട്ടികളെയും കൊണ്ട് പുറത്തു പോയതാ. കുട്ടികളെയും കൊണ്ടോ? ആരോട് ചോദിച്ചിട്ട്? അറിയില്ല. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എവിടേക്കാ കൊണ്ടുപോയത്? അത് പാർക്കിലേക്കോ മറ്റാണെന്ന് തോന്നുന്നു. കനവിൻ കണിമല കയറി പുതുവെൺ പുലരികൾ എഴുതി ഈ വനികളിൽ കുറുകുറുകുറുകി വഴികളിൽ കളിച്ചിരി ചിതറി പാടും വണ്ണാത്തിപ്പുള്ളിൻ പാട്ടും കാണാതെ ചൊല്ലി പായും തോടിൻ കുറുകെ നീന്തി
പ്രാന്തൻ പൂവിൻ ചെവിയിൽ നുള്ളി. പോയിപ്പോകും നാളിൻ കഥകൾ കാതിൽ പറയും ഓരോ മരവും. ഓടും മാനും ചാടും പൂവാൽ കുരങ്ങും ഓരോ പാഠം ചൊല്ലാതെ ചൊല്ലും. കാതങ്ങൾ പോകാമിനിയും രാവോരം ചെല്ലും മുമ്പേ. കാലത്തെ പുതുതായി എഴുതാം സ്വപ്നത്തിൻ പീലിത്തുമ്പാൽ. സ്വപ്നത്തിൻ പീലിത്തുമ്പാൽ ഹോയ് ഹോയ് കനവിൻ കണിമല കയറി. പുതുവെൺ പുലരികൾ എഴുതി ഈ വനികളിൽ. കുറുകുറു കുറുകി വഴികളിൽ കളിച്ചിരി ചിതറി പാടും വണ്ണാത്തിപ്പുള്ളിൻ. പാട്ടും കാണാതെ ചൊല്ലി പായും തോടിൻ കുറുകെ നീന്തി. പ്രാന്തൻ പൂവിൻ ചെവിയിൽ നുള്ളി. ഈ മണ്ണും മണ്ണിൻ മണവും ഉള്ളിൽ നിറയും ഓരോ ഞൊടിയും. മേലെ മേലെ വാനിൻ പൂങ്കാവിലോളം മോഹം നീട്ടും ഊഞ്ഞാലിലേറാം. മേഘങ്ങൾ മേയും ചെരുവിൽ ആവോളം കൂടെ കൂടാം. വാർത്തിങ്കൾ കിണ്ണം നിറയെ ആനന്ദ പൂന്തേനുണ്ണാം. ആനന്ദ പൂന്തേനുണ്ണാം ഹോയ് ഹോയ് കനവിൻ കണിമല കയറി. പുതുവെൺ പുലരികൾ എഴുതി ഈ വനികളിൽ. കുറുകുറു കുറുകി വഴികളിൽ കളിച്ചിരി ചിതറി പാടും വണ്ണാത്തിപ്പുള്ളിൻ. പാട്ടും കാണാതെ ചൊല്ലി പായും തോടിൻ കുറുകെ നീന്തി. പ്രാന്തൻ പൂവിൻ ചെവിയിൽ നുള്ളി. സാറ് ഫോൺ എടുക്കാതെയാ പോയത്, അതുകൊണ്ട് വിളിച്ചു പറയാൻ പറ്റിയില്ല. എന്തായാലും ഈ അവർ തീരാറായില്ലേ, ഇപ്പൊ എത്തും. ഇതാ വരുന്നുണ്ട്. അൽത്താഫ്, ഇവിടെ വരൂ. ഇതൊരു സർക്കാർ സ്കൂളോ എയ്ഡഡ് സ്കൂളോ അല്ല കുട്ടികളെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോയി കുരങ്ങളിപ്പിക്കാൻ. സ്കൂളിനല്ലല്ലോ മദർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കുട്ടികൾക്കല്ലേ. ഇവിടുത്തെ ഈ അടച്ചുകെട്ടി അപ്പക്കൂട്ടിൽ നിന്നും ഞാൻ അവരെ കുറച്ചു നേരം ആകാശം കാണിക്കാൻ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. അൽത്താഫ്, മോൻ വീട്ടിലേക്കല്ലേ? മോനെ കൂട്ടിക്കൊണ്ടുപോകാനാ ഇവര് വന്നിരിക്കുന്നത്. എന്റെ ബാഗ് വണ്ടിയിലുണ്ട്, മോമ്പാ. ചെല്ലേ. എന്താ ഇതെന്താ നമ്മളെ വീട്ടില്? ഒന്നുമില്ല മക്കളെ. وكل شيء أرسلناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا
قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين ഉപ്പക്ക് എന്താ പറ്റിയ കുഞ്ഞിക്ക? لن تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء ഉപ്പക്ക് എന്താ പറ്റിയ ഉമ്മ? يسعى قال يا ليت മോളെ കുഞ്ഞെ വിളിക്കില്ല അല്ലാണ്ട് من لا يسألكم أجر وهم مهتدون وما لي لا أعبد الذي شفاعتهم شيئا إني إذا لفي ضلال مبين إني آمنتم بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من കിഡ്നി സൂക്കേട് വന്നിട്ട് കുറേ ആയോ? ആരോടും പറയാണ്ട് കൊണ്ടാടുന്ന ഡയാലിസിസ് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് അത് നിർത്തി. يا حسرة على العباد ما يأتيكم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليكم لا يرجعون وإن كل لما جميع لدينا محضرون ഉപ്പാനോട് എണീക്കാൻ പറയുമ്മ. ഉണ്ണിക്കക്ക് ഹെൽമറ്റ് വാങ്ങിക്കൊടുക്കാൻ പറയുമ്മ. ഉമ്മ ഉപ്പാനോട് എണീക്കാൻ പറയുമ്മ. ഉണ്ണിക്കക്ക് ഹെൽമറ്റ് വാങ്ങിക്കൊടുക്കാൻ പറയും. وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخه النهار فإذا هم مظلمون والشمس تجري തീരുമാനം ആരെങ്കിലും ആവട്ടെ, പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് മദറിനറിയോ? എന്തായാലും അൽത്താഫിന് കോമ്പറ്റീഷൻ പോകാൻ കഴിയുമായിരുന്നില്ലല്ലോ. വേണമെങ്കിൽ കഴിയുമായിരുന്നു. അവന്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ. മത്സരം 2 ദിവസം കൊണ്ട് കഴിയും. പക്ഷെ അവന്റെ മനസ്സിലെ മുറിവ്, ഈ സ്കൂൾ അവനോട് കാട്ടിയ നെറുകേട്, അത് ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ ഉണ്ടാവും. Those wounds will not heal, mother. Shame on us. ഞാൻ വീട്ടിൽ പോയിരുന്നു. നീ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ഉമ്മ പറഞ്ഞു. എന്തിനാ ഷൂ കാട്ടിലെറിഞ്ഞു കളഞ്ഞത്? ഉപ്പ പോയപ്പോഴാണ് ഇതിൻ്റെ വില നീ അറിഞ്ഞതല്ലേ? നിന്റെ ഫ്രണ്ടില്ലേ മണികണ്ഠൻ, അവനെല്ലാം എന്നോട് പറഞ്ഞു. ഇത് വാങ്ങിക്കുന്നതിന് പകരം മണ്ണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ
എൻ്റെ ഉപ്പ മരിക്കില്ലായിരുന്നു അല്ലേ സാർ? അങ്ങനെയൊന്നും വിചാരിക്കരുത്. മോൻ നല്ലൊരു റോളർ സ്കേറ്ററായി കാണാൻ ഉപ്പ വിചാരിച്ചു കാണും. അല്ലെങ്കിൽ സ്വന്തം ജീവൻ മറന്ന് ഇതൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഇത് മാത്രമല്ല, ഹെൽമെറ്റ് ഉപ്പ വാങ്ങിച്ചിരുന്നു. ഇന്ന് രാവിലെ ഉമ്മ എനിക്ക് അതെടുത്തു തന്നത്. അതാ പറഞ്ഞത്, ഉപ്പ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചു. നീ നല്ല നിലയിൽ എത്തിക്കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ സാർ. കോമ്പറ്റീഷൻ നാളെയാ. സ്കൂളിൽ നിന്ന് എല്ലാവരും പോയിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് രാത്രി പോകും. മോൻ്റെ സ്കേറ്റിംഗ് സാറും ഫ്രണ്ട്സും എല്ലാവരും നിന്നെ അവിടെ കാത്തിരിക്കും. നാളെ ആദിത്യ ശങ്കറിന് പകരം നീയാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. അവൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് അവന്റെ മാത്രം തീരുമാനമല്ല, അവന്റെ പപ്പയുടെയും PT സാറിന്റെയും ഹെഡ് മിസ്ട്രസിന്റെയും എല്ലാം തീരുമാനമാണ്. അർഹതയുള്ളവർക്ക് അംഗീകാരം കിട്ടണം. അതുകൊണ്ട് അൽത്താഫ് നാളെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. എന്താ, ഹാപ്പി ആയില്ലേ? ഞാനും ഉണ്ടാവും അൽത്താഫിന്റെ കൂടെ. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ വരുന്നില്ല സാർ. അവന് ഒരുപാട് ആഗ്രഹിച്ചു കാണില്ലേ? ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, യോഗ്യത കൂടെ വേണ്ടേ? എന്താ നീ ഒന്നും പറയാത്തത്? ഇതാ, ഉമ്മയോടെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നിനക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സാറ് ചോദിച്ചില്ലേ എനിക്ക് ആരാവാൻ ആഗ്രഹം? ആഗ്രഹം മാത്രം മതിയോ സാറേ? യോഗ്യതയും കൂടി വേണ്ടേ? ആര് പറഞ്ഞു നിനക്ക് യോഗ്യത ഇല്ലെന്ന്? ഇങ്ങോട്ട് വാ. നിനക്ക് പഠിക്കാനും പിന്നെ നിന്റെ ഇഷ്ടപ്പെട്ട ഗെയിംസ് അത് നീ എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം നിന്നെ തുണയ്ക്കാൻ ഒരു സ്പോൺസറുണ്ട്. നിന്റെ കഥ അറിഞ്ഞ് സ്വയം തയ്യാറായി വന്ന ഒരു സ്പോൺസർ. ഹലോ സാർ, എവിടെ എത്തി സാർ? കോമ്പറ്റീഷൻ തുടങ്ങി. അടുത്ത നമ്മളെ കുട്ടികളാ. ഒരു അരമണിക്കൂർ, അതിനിടെ ഞങ്ങൾ എത്തും. അരമണിക്കൂറോ? സാർ എത്രയും പെട്ടെന്ന് എത്താൻ ശ്രമിക്കേ. അവരെത്താറായില്ലേ? അരമണിക്കൂർ എടുത്തു സാർ. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞില്ലേ? അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു മാറ്റിമറിക്കലിന്റെ ആവശ്യമില്ലായിരുന്നു. അതെ, കുറച്ചുകൂടി സ്പീഡിൽ പോവാം. ശരി സാർ. സമയത്തിന് എത്തിയില്ലെങ്കിൽ കോമ്പറ്റീഷൻ ഔട്ടാവും. നിങ്ങൾ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചോളൂ, അപ്പോഴേക്കും ഞങ്ങൾ എത്തും. അൽത്താഫിനോട് ജേഴ്സി മാറ്റി ഷൂ ഹെൽമെറ്റ് എടുത്ത് കെട്ടിക്കോളാൻ പറ. അതിനായിട്ട് ഒരു സമയം കളയണ്ട. ഓക്കെ മോനെ, ആ ഷൂസും ഹെൽമെറ്റ് എടുത്തിട്ടോ. ഇപ്പോഴോ? അവിടെ എത്തുമ്പോൾ ഒന്നിനും ടൈം കാണില്ല. ചെല്ലു. നമുക്ക് വേഗം പോവാം, അല്ലെങ്കിൽ റോഡ് ബ്ലോക്കോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി, നമുക്ക് പോവാൻ പോലെ. ശരി, ഒന്ന് നിർത്ത്. മോനെ അൽത്താഫ്,
ഇനിയിപ്പോ അൽത്താഫിനെ മാറ്റി ആദിത്യ ശങ്കറിനെ തന്നെ പങ്കെടുപ്പിക്കാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്. ആ അവരെത്തി. വാ, വേഗം വരൂ. സമയായി. വേഗം ഇത് എന്തെടുക്കായിരുന്നു? എന്താ എത്ര വൈകിയത്? കോമ്പറ്റീഷൻ തുടങ്ങിയോ? തുടങ്ങി. ടെൻഷൻ. Come on, you fast. Get ready. Okay. എനിക്ക് കഴിവില്ലാത്തോണ്ടല്ലോ, കാശില്ലാത്തോണ്ടല്ലേ. Come on, come on. Come on, Altaf. Altaf, come on. Come on, Altaf. Come on. Come on. ഉമ്മാന്റെ മോൻ വാ. എല്ലാം വാങ്ങിത്തരാം. പക്ഷേ മത്സരത്തിന് ഈ ഫസ്റ്റ് വാങ്ങണം. As you all know, the state level roller skating champion, 8-12 ball, is jersey number 301, Altaf. Now we have the prize distribution ceremony for the state level roller skating competition for the children under age 12. For that, we have Emist as a very special person and one of the most talented and versatile actor of Malayalam cinemas. Ladies and gentlemen, please put your hands together for the one and only Mr. Manoj KJ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്ന് ശ്രീ ബുദ്ധൻ പറഞ്ഞു. ആഗ്രഹമില്ലാതെ ജീവിക്കുന്നതെങ്ങനെയെന്ന് മറ്റു ചിലർ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം,
തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലൊത്തുവാൻ മോഹം, മരമൊന്നുലൊത്തുവാൻ മോഹം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട കവി ONV സാർ പാടി. അയ്യോ സോറി, ഈ സ്പോർട്സ് നടക്കുന്നിടത്ത് കലാകാരനത് കാര്യമൊന്നാവും. ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ച ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്ന പോലെ അല്ലേ? ശരിക്കും ഇവിടെ ഈ സമ്മാനദാനത്തിന് വരേണ്ടിരുന്നത് ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരും ഇവിടെ ഉണ്ടാവും അല്ലേ? പക്ഷേ റോളർ സ്കേറ്റിംഗിൽ 28 തവണ ലോക ചാമ്പ്യനായ ജോയ് മാൻഡ്യ പോലും അദ്ദേഹം വലിയൊരു കീബോർഡിസ്റ്റ് ആയിരുന്നുള്ള കാര്യം മറക്കരുത്. എന്തിന്, നമ്മുടെ ആത്മാഭിമാനം സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗീതത്തെയാണ്. ഫുട്ബോൾ പ്ലെയർ IM വിജയനിലെ നടനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാ കലാകാരനിലും ഒരു സ്പോർട്സ്മാനുണ്ട്, എല്ലാ സ്പോർട്സ്മാനിലും ഒരു കലാകാരനുമുണ്ട്. ഒരുപക്ഷെ എന്നെ ഇന്ന് ഇവിടേക്ക് എത്തിച്ചത് ഇതൊന്നുമല്ല, എന്റെ ആത്മസുഹൃത്ത് ഗോകുൽദാസിന്റെ വാക്കുകളാണ്. ഇന്നിവിടെ റോളർ സ്കേറ്റിംഗിൽ വിൻ ചെയ്തിട്ടുള്ള അൽതാഫ് അവനവന്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അവൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ സഹായവും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവനെ സ്പോൺസർ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ചിലർക്ക് കാശുണ്ടാവും, പക്ഷെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. മറ്റു ചിലർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, എന്നാൽ കാശുണ്ടാവില്ല. കാശിന്റെ കാര്യത്തിൽ അൽതാഫിന് ഇനി ഒരു കാരണവശാലും ബുദ്ധിമുട്ടേണ്ടി വരില്ല. വളർന്നു വലുതാവുമ്പോൾ ജോയ് മാൻഡ്യയെ പോലെ ലോകമറിയപ്പെടുന്ന റോളർ സ്കേറ്റർ ആവാൻ അൽതാഫിന് കഴിയട്ടെ. അതിനായി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വിനിയോഗിക്കുമെന്നും ഈ സദസ്സിൽ വെച്ച് ഞാൻ ഉറപ്പു തരും. താങ്ക് യു. Next, we have the prize distribution to the winner Altaf. I request the little champion to come onto the dais to receive the prize. സർ, എന്താ മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? സാർ എനിക്ക് റോളർ സ്കേറ്റർ ആവണ്ട സാർ. റോളർ സ്കേറ്റർ ആവണ്ടെന്നോ? പിന്നെ മോൻ ആരാവാനാണ് താല്പര്യം? പറയൂ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം? വേണ്ട സാർ. അൽതാഫ്, എന്താ അൽതാഫ്? വേണ്ട സാർ, എനിക്ക് റോളർ സ്കേറ്റർ ആവണ്ട. പിന്നെ പറഞ്ഞോളൂ മോനെ, എന്തിനാണെങ്കിലും ഞാൻ റെഡി. പറയൂ അൽതാഫ്, ആരാവണമെന്ന മോനിപ്പോ ചിന്തിക്കുന്നത്? പറഞ്ഞോളൂ. എനിക്ക് നല്ലൊരു മനുഷ്യനായ മതി സാർ. എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും അമ്മയും അനിയത്തിനൊക്കെ നോക്കാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യൻ, അത് മതി സാർ എനിക്ക്. നന്മയുടെ ഉറവകൾ ഇപ്പോഴും ഒഴുകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അൽതാഫിന്റെ മനസ്സ്. സംസം ആ ഉറവ പറ്റാതിരിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം, അത് മാത്രമേ ഉള്ളൂ. താങ്ക് യു.
ഓടിച്ചാടി നടക്കാലോ, കഥയും കവിതയും കേൾക്കാലോ, പള്ളിക്കൂടത്ത് പോവാലോ, അമ്പിളി മാമനെ കാണാലോ, ഊഞ്ഞാലാടി രസിക്കാലോ, കണ്ണു കെട്ടി കളിക്കാലോ, മഴയും കൊണ്ട് നടക്കാലോ. അകലേ കാണുന്നില്ലേ ഗോപുരങ്ങൾ, അതിനുള്ളിൽ അക്ഷരത്തിൻ ഇന്ദ്രജാലം, ദൂരത്തായി പാറി നടക്കും അപ്പൂപ്പൻ താടി, മാനത്തായി മഴവിൽ മേച്ചൊരു മാളികയുണ്ടാക്കി, സ്വപ്നത്താൽ നെയ്തു കൂട്ടിയ സ്വർഗലോകം, അവിടെ കൂട്ടുകൂടി കുരുന്നുകൂട്ടം. ഒന്നും രണ്ടും പഠിക്കാലോ, ഓടിച്ചാടി നടക്കാലോ, കഥയും കവിതയും കേൾക്കാലോ, പള്ളിക്കൂടത്ത് പോവാലോ, അമ്പിളി മാമനെ കാണാലോ, ഊഞ്ഞാലാടി രസിക്കാലോ, കണ്ണു കെട്ടി കളിക്കാലോ.